ESA വിജ്ഞാപനം യഥാർത്ഥത്തിൽ എന്താണ്? ആരാണ് ESAയുടെ പിന്നിൽ? ഇവിടെ സാധാരണക്കാരുടെ വിഷയങ്ങൾ അവഗണിക്കപ്പെടുമ്പോൾ, വേദനിക്കുന്ന കർഷകരുടെ വിഷയങ്ങൾ ആരും പരിഗണിക്കാതിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ കത്തോലിക്ക കോൺഗ്രസ് എന്ന സമുദായ സംഘടനയുണ്ട്. അച്ഛാ, ESA ഇതൊരു കർഷകന്റെ മരണ വാറണ്ടാണ്. തീർച്ചയായും ഇത് കർഷകർക്കെതിരെയുള്ള ഒരു പ്രഖ്യാപനമായിട്ട് നമ്മൾ കാണേണ്ടി വരും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ചില നീക്കങ്ങൾ കാണുമ്പോൾ സാധാരണക്കാരായ കർഷകർക്കെതിരായുള്ള നിയമങ്ങൾ ഇതിൽ വളരെയധികം നിഴലിക്കുന്നുണ്ട് എന്ന് നമുക്ക് സംശയിക്കാം. കാരണം ESA വില്ലേജുകൾ, റവന്യൂ വില്ലേജുകളെയും കൂടി ഉൾപ്പെടുത്തി കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. 131 സാധാരണ വില്ലേജുകളാണ് ESA വില്ലേജുകളായിട്ട് കേന്ദ്രം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന് ആക്ഷേപമുണ്ടോ എന്ന് പറയേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. പക്ഷേ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കളിക്കുകയാണ്. സാധാരണക്കാരായ മനുഷ്യരെ പറ്റിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ESA വില്ലേജുകളായിട്ട് ഒരു റവന്യൂ വില്ലേജ് പ്രഖ്യാപിക്കപ്പെട്ടാൽ അവിടെയുള്ള ജനജീവിതം ദുസ്സഹമായി മാറും. ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും പരിസ്ഥിതി സംവേദക പ്രദേശങ്ങളായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയാണ്. പിന്നെ അവിടെ കൃഷി ചെയ്യാൻ പരിമിതികളുണ്ട്. ജനജീവിതത്തിന് വലിയ പരിമിതികൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട 131 വില്ലേജുകളും ആ വില്ലേജുകളിൽ താമസിക്കുന്ന കർഷകരെന്ന് മാത്രമല്ല മറ്റുള്ളവർക്കും ഇതൊരു മരണവാറണ്ടല്ലേ എന്ന് കത്തോലിക്ക കോൺഗ്രസ് സംശയിക്കുകയാണ്. ESA വിഷയത്തിൽ യഥാർത്ഥത്തിൽ കത്തോലിക്ക കോൺഗ്രസ് ഇടപെടേണ്ടി വരുന്നു. എവിടെ പോയി നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ? പരിസ്ഥിതി പ്രശ്നങ്ങളിൽ കത്തോലിക്ക കോൺഗ്രസ് എന്തുകൊണ്ട് ഇടപെടുന്നു എന്ന് ചോദിച്ചാൽ, കത്തോലിക്ക കോൺഗ്രസിൻ്റെ സാധാരണക്കാരോടുള്ള ഉത്തരവാദിത്വവും പ്രതിബദ്ധതയുമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇവിടെ സാധാരണക്കാരുടെ വിഷയങ്ങൾ അവഗണിക്കപ്പെടുമ്പോൾ, വേദനിക്കുന്ന കർഷകരുടെ വിഷയങ്ങൾ ആരും പരിഗണിക്കാതിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ കത്തോലിക്ക കോൺഗ്രസ് എന്ന സമുദായ സംഘടനയുണ്ട്. ഭൂരിപക്ഷമായി വരുന്ന അല്ലെങ്കിൽ മലയോര പ്രദേശങ്ങളിൽ വനമേഖലകൾക്ക് അടുത്ത് താമസിക്കുന്ന ആളുകൾ പലപ്പോഴും ഈ ഭൂരിപക്ഷ വോട്ട് ബാങ്കിൽ പെടുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. അതുകൊണ്ട് തന്നെ അത്തരക്കാരുടെ പ്രശ്നങ്ങൾ സൗകര്യപൂർവ്വം ഗവൺമെൻറ്റുകൾ അവഗണിക്കുകയാണ്. അത് ശരിയല്ല. ഈ കേരളത്തിലുള്ള എല്ലാവർക്കും ഒരേ നീതി ലഭിക്കണം. വനമേഖലയിലും തീരപ്രദേശങ്ങളിലും താമസിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ വിഷയങ്ങളും ഗവൺമെൻറ്റുകൾ കൃത്യമായി അഡ്രസ്സ് ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ കത്തോലിക്ക കോൺഗ്രസ് പോലെയുള്ള സമുദായ സംഘടനകൾ വളരെ കൃത്യമായി അത് പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കും. ഗവൺമെൻറ്റുകൾക്ക് മുമ്പിൽ പ്രതികരണങ്ങൾ നടത്തും. അത് വളരെ ഉറച്ച സുചിന്തിതമായ തീരുമാനമാണ് എന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അന്നം തരുന്ന കർഷകന് നേരെയുള്ള വലിയൊരു അതിക്രമമല്ല ESA. അതിനെന്താണ് സർക്കാരിനോട് അച്ഛന് പറയുവാനുള്ളത്? AKCC കത്തോലിക്ക കോൺഗ്രസിൻ്റെ നിലപാട് എന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാവും. തീർച്ചയായും ഈ ESA വിജ്ഞാപനം അടിസ്ഥാനപരമായിട്ട് ബാധിക്കുന്നത് മലയോര മേഖലയിലുള്ള, മലയോര ഗ്രാമങ്ങളിലുള്ള, മലയോര വില്ലേജുകളിലുള്ള സാധാരണക്കാരായ മനുഷ്യരെയാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ കാര്യങ്ങൾ കൃത്യമായി ക്രമീകരിക്കേണ്ടത് ഭരണപരമായ ഈ കാര്യങ്ങളിലെ ചുമതല നിക്ഷിപ്തമായിരിക്കുന്നത് സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റിലാണ്. ഈ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥർ സത്വരമായിട്ട് നടപടികൾ സ്വീകരിക്കണം. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് കർഷകർക്ക് ദോഷം വരുന്ന എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ റവന്യൂ വില്ലേജുകൾ മാറ്റപ്പെടുവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരണം. വനപ്രദേശങ്ങളിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു സ്വാധീനവും വേണ്ട. വനമായി നിൽക്കട്ടെ. പക്ഷേ ജനവാസ മേഖലകൾ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. പട്ടയം അടയ്ക്കുന്ന റവന്യൂ ഭൂമി കർഷകൻ്റെ ഭൂമി കർഷകൻ്റേതാണ്. അവിടെ കർഷകരാണ് അധികാരമുള്ളത്. അവിടെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിനെതിരെ ഗവൺമെൻറ് സത്വരമായ നടപടികൾ സ്വീകരിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ, കത്തോലിക്ക കോൺഗ്രസിൻ്റെ അഭിപ്രായത്തിൽ
സംസ്ഥാന ഗവൺമെൻറ് വളരെ പെട്ടെന്ന് തന്നെ ഇതിനായി ഒരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള നീക്കം നടത്തണം. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് അതിനായി ഒരു കമ്മീഷനെ നിശ്ചയിച്ച് ആ കമ്മീഷൻ വളരെ ചടുലമായ പ്രതികരണങ്ങൾ നടത്തി കേന്ദ്ര ഗവൺമെൻറ്റിന് അതിനുള്ള റിപ്പോർട്ട് കൊടുക്കുകയും അത് പൊതുജനങ്ങൾക്ക് സംലഭ്യമാക്കുകയും ചെയ്യണം. പൊതുജനങ്ങൾക്കുള്ള ആക്ഷേപങ്ങൾ, പരാതികൾ കേൾക്കുവാൻ അവർ സന്നദ്ധരാകണം. വളരെ പ്രത്യേകിച്ച് ഈ കാര്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന കത്തോലിക്ക കോൺഗ്രസ് പോലെയുള്ള ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന സംഘടനകളെ, അവരുടെ നേതാക്കളെ കേൾക്കണം. സജഷനുകൾ കൂട്ടായിരുന്ന് വിലയിരുത്തി പരിശോധിച്ച് പൊതുജനത്തിന്, നമ്മുടെ നാടിന് നന്മയ്ക്കുതകുന്ന വിധത്തിൽ കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിക്കണം. അത് എത്രയും വേഗം ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ പിന്നീട് അതിനെക്കുറിച്ച് പരിതപിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് സാധാരണക്കാർക്ക് വേണ്ടി ഈ കാര്യം സർക്കാരിനോട് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് MLA-മാർ ഇതിനു വേണ്ടി ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അവർ കൂട്ടായിട്ട് പ്രവർത്തനങ്ങളിലൂടെ ഗവൺമെൻറ്റിനെ അതിനെ പ്രേരിപ്പിക്കണം. നിയമസഭയിൽ ഒരു സബ്മിഷൻ നടത്തുകയാണെങ്കിൽ അങ്ങനെ നടത്തി ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ഇതിലേക്ക് ക്ഷണിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. കത്തോലിക്ക കോൺഗ്രസ് ESA വിജ്ഞാപനത്തിൽ അതിൻ്റെ സുതാര്യത ആവശ്യപ്പെടുന്നു. ESA വിഷയത്തിൽ അജ്ഞരായ നിരവധി ആളുകളുടെ കണ്ണ് തുറപ്പിക്കാൻ സാധിക്കുന്ന അങ്ങയുടെ ഈ ഇൻഫോർമേഷൻ നിരവധി ആളുകൾക്ക് പ്രയോജനപ്പെട്ടിരിക്കുന്നു. ഈ പ്രോഗ്രാമിലൂടെ ഇനിയും മറ്റുള്ളവരിലേക്ക് അച്ഛനിലൂടെ, കത്തോലിക്ക കോൺഗ്രസ്സിലൂടെ സഭ വളരട്ടെ. ഇതുപോലെയുള്ള കർഷകനെതിരായിട്ടുള്ള വിപത്ത് സമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു.